കുറച്ച് സമയത്തെ സമാധാനത്തിന് വേണ്ടി എപ്പോഴെങ്കിലും റിപ്പീറ്റഡ് ആയി കണ്ടുവരുന്ന ചില റെഡ് ഫ്ലാഗ്സിനെയെല്ലാം ഇഗ്നോർ ചെയ്താണ് താൻ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? സ്നേഹമില്ല, സാമാന്യ മര്യാദയില്ല, പരിഗണനയില്ല, വേണ്ടത്ര കെയർ ലഭിക്കുന്നില്ല, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും തന്റെ വ്യക്തിത്വം പോലും മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്റെ വ്യക്തിത്വം ഇതാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. തന്റെ ആത്മാഭിമാനത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം എന്താണ്, അതല്ല എങ്കിൽ യാഥാർത്ഥ്യം എന്താണ്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. സത്യങ്ങളെല്ലാം വളച്ചൊടിക്കുന്ന ഒരു പ്രവണതയാണ് ഈ റിലേഷൻഷിപ്പിനുള്ളിൽ കൂടുതലായി നിൽക്കുന്നത്. എന്നിട്ടും കുറച്ച് സമയത്തെ സമാധാനത്തിന് വേണ്ടി മാത്രം ആ റെഡ് ഫ്ലാഗ്സിനെ എല്ലാം ഇഗ്നോർ ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു തോന്നലുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തോന്നലിലാണ് റിലേഷൻഷിപ്പിനുള്ളിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ മറന്നു തുടങ്ങിയ ആ രണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം ഒന്ന് വീണ്ടും ഓർത്തെടുക്കാൻ സമയമായി. കാരണം ലോങ് ടേമിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് ആയുസില്ല. അത് വഴിയിൽ എവിടെയോ തകർന്നു പോകുമെന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ മറന്നു തുടങ്ങിയ രണ്ട് കാര്യം ഇതാണ്. ഒന്ന്, നിങ്ങളുടെ സെൽഫ് വർത്ത്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് തന്നെയുള്ള ഒരു ആത്മാഭിമാനവും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ വില കൊടുത്തുകൊണ്ട് ഒരു സെൽഫ് ഐഡന്റിറ്റിയും ഒക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതും. അപ്പൊ ഈ സെൽഫ് വർത്തും സെൽഫ് ഐഡന്റിറ്റിയും ഉണ്ട്. ഇത് രണ്ടും നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു സമയം തന്നെ ആ റിലേഷൻഷിപ്പിൽ പലതും നമുക്ക് അഡ്രസ്സ് ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവിൽ ചാടി വീണങ്ങ് അഡ്രസ്സ് ചെയ്യണം. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ചില തിരുത്തലുകൾ ആവശ്യമാണ്, എനിക്ക് എന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന ബോധത്തോടു കൂടി നമ്മൾ ഇനിയെങ്കിലും നമുക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങണം. അതിനൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.